ആളുകളുടെ ഹക്കിനെ സംബന്ധിച്ച് നമ്മുടേതാണ്ട് പോയാലും മറ്റുള്ളവന്റേത് ഇങ്ങോട്ട് വേണ്ട. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ദീൻ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാം നിസ്കാരം നോമ്പ് മാത്രമല്ല. ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ 4 കാര്യങ്ങൾ ശരിയാവണം. ഒന്ന് അൽ അഖീദ, നമ്മുടെ വിശ്വാസകാര്യം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അഖീദ എന്താണ്? മലക്കുകളെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, ആഖിറത്ത്, നമ്മുടെ അഖീദ ശരിയാവണം. 2 അൽ ഇബാദത്ത്, നമ്മുടെ ഇബാദത്തുകൾ ശരിയാവണം. 3 അൽ അഖ്ലാഖ്, മനുഷ്യന്റെ സ്വഭാവം. 4ാമത്തേത് അൽ മുആമലാത്ത്, നമ്മുടെ ഇടപാടുകൾ, കച്ചവടം, വിൽക്കല്, വാങ്ങല്. ഇതിലെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുമ്പോഴേ ഇസ്ലാം പൂർത്തിയാവുള്ളൂ. 4 എണ്ണമാണ് ഇസ്ലാം: അഖീദ, ഇബാദത്ത്, അഖ്ലാഖ് വൽ മുആമലാത്ത്. നോമ്പ് നോൽക്കണം, നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം എന്ന് തുടങ്ങി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞ ആയത്തുകൾ 150 ആണ്. പക്ഷെ 350-ലേറെയാണ് സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞ ആയത്തുകൾ. നേരെ ഡബിളാണ്. അപ്പോ ഇസ്ലാം ഭയങ്കരമാണ്. നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്താണ്. സത്യവിശ്വാസികളായ സ്വഹാബത്ത് വിചാരിക്കുകയാണ്, പടച്ചവനെ, ഞാൻ ഇങ്ങനെ അന്യന്റെ ഭക്ഷണം തിന്നുന്നത് പോലെ ആവില്ലേ എന്റെ ജ്യേഷ്ഠന്റെ, എന്റെ സഹോദരിയുടെ പുറയിൽ പോയി തിന്നാൽ. അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടാകുന്ന സമയം, കണ്ണൂരാ ഭാഗത്തൊക്കെ അങ്ങനെ കുറെ ഉണ്ട് വീട്ടുകാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവര്. പയ്യന്നൂരാ ഭാഗത്തൊക്കെ, രാമന്തളിക്കാരൊക്കെ ഉണ്ടോ? അതൊക്കെ ധാരാളം കാണാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോ പെരക്കാരോട് ഇന്ന് രാവിലെ ഒന്നും വെച്ചേക്കണ്ട, ജ്യേഷ്ഠന്റെ അവിടെ നിന്ന് നാശ്ത. ഉച്ചക്ക് ഒന്നും വെക്കണ്ട, അത് മറ്റേ ജ്യേഷ്ഠന്റെ അടുത്തുനിന്ന്. വൈകുന്നേരത്തെ ചായ പെങ്ങളെടുത്തുനിന്ന്. ഇങ്ങനെ ഒരാൾ ലാക്കിന് നിന്നാൽ ഇത് എനിക്ക് ഹലാലാകുമോ ഇല്ലയോ? നമ്മൾ ശരിക്കും ഒരു വലിയ വളരെ വളരെ മൈന്യൂട്ടായൊരു വിഷയമാണ് ചർച്ച കേട്ടോ. നമ്മളത് ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുക. തുടങ്ങുന്നു, ലൈസ അലൽ അഅമാ ഹറജുൻ, കണ്ണ് കാണാത്ത ആൾക്ക് വിരോധമില്ല. വലാ അലൽ അറജ് ഹറജുൻ, മുടന്തനായ മനുഷ്യനും കുഴപ്പമില്ല. വലാ അലൽ മരീദ് ഹറജുൻ, രോഗിയായ മനുഷ്യനും വിരോധമില്ല. വലാ അലാ അൻഫുസികും, നിങ്ങൾക്ക് തന്നെയും വിരോധമില്ല. അൻ തഅകുലൂ മിൻ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്നുന്നതിന് വിരോധമില്ല. എന്തേ നിങ്ങളുടെ വീട്ടിൽ നിന്ന്? അതിനിപ്പോ സമ്മതം വേണോ? ആ പറഞ്ഞതിന്റെ ഉദ്ദേശം മകനും മകളും ഇവിടെ പറഞ്ഞോ? ഇല്ല. മകന്റെ പൊരയിന്ന് മകളുടെ പൊരയിന്ന് പറഞ്ഞോ ഇവിടെ? ഇല്ല. അങ്ങ് ശ്രദ്ധിച്ചില്ലേ? ആരുടെ വീട്ട്? നിങ്ങളുടെ വാപ്പയുടെ, ഉമ്മയുടെ, സഹോദരന്റെ, സഹോദരിയുടെ, അമ്മായിയുടെ അമ്മ ഒക്കെ പറഞ്ഞു. മകനും മകളും പറഞ്ഞോ? ആ പറഞ്ഞതാണ് ഈ വാക്ക്. മിൻ ബുയൂതികും, നിങ്ങളുടെ മകനും മകളും നിങ്ങളുടെ വീട് തന്നെയാണ്. അതിന് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. അതിനാണ് നിങ്ങളുടെ വീട്. മക്കളെ പറയേണ്ട സ്ഥാനത്ത് ആ മക്കൾ എന്ന് പറഞ്ഞില്ല. മനഃപൂർവ്വം അള്ളാഹു ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ മകൻ, നിങ്ങൾ. ഫഇന്ന വലദഹു മിൻ കസ്ബിഹി, ഒരാളുടെ മക്കൾ എന്ന് പറയുന്നത് അയാളുടെ അധ്വാനം തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്താണ് കണ്ണുപൊട്ടന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞത്? മുടന്തന്മാരെ കുറിച്ച് പറഞ്ഞു, രോഗികളെ കുറിച്ച് ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ജാഹിലിയ കാലത്ത് പ്രയാസം ഉണ്ടായിരുന്നു. ആളുകൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഒന്നുമല്ല, കണ്ണു കാണാത്ത ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരുപക്ഷെ അയാളുടെ കൈ ഭക്ഷണത്തിൽ തളികയിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞു പോയേക്കും അല്ലേ? അയാൾക്കുടെ ഭക്ഷണം കഴിക്കുമ്പോ വസ്ത്രത്തിൽ ഭക്ഷണം വീണെന്ന് വരും. താടിയിലോ മുടിയിലോ മീശയിലോ ഒക്കെ ഭക്ഷണത്തിന്റെ അംശങ്ങൾ പറ്റിപ്പിടിച്ച് കണ്ണ് കാണാത്ത ആളല്ലേ? അള്ളാഹു അദ്ദേഹത്തെ കണ്ണെടുത്ത് പരീക്ഷിച്ചതാണ് അല്ലേ? അള്ളാഹു ഒരു മനുഷ്യന്റെ ഹബീബത്തെ, വളരെ പ്രിയപ്പെട്ട 2 എണ്ണം അള്ളാഹു കൊണ്ടുപോയാൽ 2 കണ്ണുപോയ മനുഷ്യൻ അള്ളാഹുവിനെ ആലോചിച്ച് ക്ഷമിച്ചാൽ അതിന് പകരം സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന്റെ കാഴ്ചങ്ങൾ നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനെ വിചാരിച്ച് കൂലി ആഗ്രഹിച്ചാൽ അതിന് സ്വർഗമാണ് പ്രതിഫലം. അപ്പോ കണ്ണുപൊട്ടന്മാരുടെ കൂടെ അന്ന് ജാഹിലിയ കാലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. മുടന്തന്മാർ, രോഗികൾ. മുടന്തന്മാരുടെ വിഷയം, അവർ ഇരിക്കുകയാണെങ്കിൽ കാലൊന്ന് നീട്ടിവെക്കേണ്ടി വരും അവർക്ക്. അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കൊരു പ്രയാസം തോന്നും. എന്നാൽ പ്രയാസം തോന്നരുത്. അതാണ് ഈ പറഞ്ഞത്. കണ്ണുപൊട്ടനായ ആളാണ് ഭക്ഷണം കഴിക്കുന്ന. റമദാനൊക്കെ വരുന്നുണ്ട്, കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ടെന്റുകളൊക്കെ അല്ലേ? അവിടെ രോഗികൾ വരും, കാലിന് സുഖമില്ലാത്തവർ വരും, കണ്ണു കാണാത്തവർ വരും, മുഷിഞ്ഞ വസ്ത്രട്ട ആളുകൾ വന്നു വരും. ഒന്നും തോന്നണ്ട, അവർക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കുന്നു വിചാരിക്കുക. നീ ക്ഷമിക്ക്. അള്ളാഹു എല്ലാം ആഫിയത്തിൽ പടച്ചിട്ടുള്ള നിന്റെ മനസ്സിൽ അള്ളാഹു പരീക്ഷിച്ചവരെ സംബന്ധിച്ച് ഒരു മോശമായ വിചാരം തോന്നാൻ പാടില്ല.
അവര് രോഗികളല്ലേ, അവര് മുടന്തന്മാരല്ലേ, അവർ കണ്ണില്ലാത്തവരെ അള്ളാഹു അവരെ പരീക്ഷിച്ചിട്ടില്ലേ? അതുകൊണ്ട് നിനക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പ്രയാസവും തോന്നരുത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഒരു പേജങ്ങ് പറഞ്ഞു പഠിപ്പിക്കുന്ന ആശയം ഇതാണ്. രോഗികളെ കുറിച്ച് കാണുമ്പോൾ മോശമായ ആരാണ് രോഗം അള്ളാഹുവിനോട് വേണമെന്ന് ചോദിച്ചത്? നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടാണോ രോഗം വന്നത്? അല്ല. കണ്ണുപൊട്ടന്മാരായി അന്ധന്മാരായി ജനിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പിന്നീട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവർ, അവർ അള്ളാഹിനോട് ചോദിച്ചതാണോ എന്റെ കണ്ണ് വേണ്ടാന്ന്? അല്ല, അള്ളാഹു അവരെ അള്ളാഹു പരീക്ഷിച്ചതല്ലേ. കാലിന് മുടന്ത് ആർക്കാണ് അങ്ങനെ ജനിക്കാൻ ആഗ്രഹം? അവരുടെ പണിയാണോ അത്? ഖാലിഖായ അള്ളാഹുവിന്റെ പണി. എന്തിനാ കുറച്ചാളുകൾ അള്ളാഹു ഇങ്ങനെ ആക്കുന്നത്? ബഹുഭൂരിപക്ഷം ആളുകളും കണ്ണുപൊട്ടന്മാരാണോ? അല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ 99% ആളുകളും പെർഫെക്റ്റ് ക്രിയേഷൻ ആണ്. പക്ഷെ 1% അള്ളാഹു തആല ചില വിടവുകൾ ഇങ്ങനെ കൊടുക്കും. എല്ലാവർക്കും ഹാർട്ട് ക്ലിയറാ, ചില ആൾക്ക് ഒരു പ്രശ്നം, കണ്ണിനൊരു പ്രശ്നം, ചെവിക്കൊരു പ്രശ്നം, കാലിന് കയ്യിന് വിരലുകൾക്ക് എന്തേ? ഇതുണ്ടാകുമ്പോഴാണ് ഈ നിഅമത്തിന്റെ വില മനസ്സിലാവുള്ളൂ. ആ നഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൂലി വേറെ കൊടുക്കുന്നതിന് പകരം. പക്ഷേ ഇതെല്ലാം പൂർണ്ണതയിൽ പടക്കപ്പെട്ട മനുഷ്യന് ഈ പൂർണ്ണതയുടെ വില അറിയണമെങ്കിൽ അപൂർണം അവന്റെ ഇടയിൽ മരിക്കുമ്പോഴേ ജീവന്റെ വില മനസ്സിലാവുള്ളൂ. പ്രായാധിക്യം വരുമ്പോഴാണ് ചെറുപ്പക്കാരുടെ വില മനസ്സിലാവുക. എന്റെ യൗവനം, യാ അല്ലാഹ്. പ്രായമുള്ളവരെ കാണുമ്പോൾ ചെറുപ്പക്കാരെ വിചാരിക്കണം, ഞാൻ അങ്ങോട്ട് എത്താൻ പോകുന്ന ആളാണ്. എല്ലാരും ഒരു ദിവസം ഒരു കാലഘട്ടത്തിൽ ജീവിപ്പിച്ച് കോടാനുകോടി മനുഷ്യരെ ഈ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇങ്ങനെ കൊണ്ടുവരാതെ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യരെ 100 കൊല്ലത്തിനിടക്ക് അല്ലാഹു എല്ലാവരും ഒരുമിച്ച് പടച്ചു, ഒരുമിച്ച് അങ്ങ് മരിപ്പിച്ചു എന്ന് വിചാരിക്കുക. അല്ലാഹു അങ്ങനെ ചെയ്തുകൂടായിരുന്നോ? ഉലമാ അത് തഫ്സീറുകളിൽ ചർച്ച ചെയ്തു. അള്ളാഹുവിന് അത് ചെയ്യാമായിരുന്നില്ലേ? പക്ഷെ എന്താ നടക്കുന്നത്? കുറെ കൂട്ടർ ജനിക്കുന്നു, കുറെ മരിക്കുന്നു, കുറെ ചെറുപ്പക്കാർ, കുറെ കൊച്ചുമക്കൾ, കുറെ ഗർഭിണികളായ പെണ്ണുങ്ങൾ, ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ, കുറെ പ്രായമുള്ളവർ, അങ്ങേയറ്റം പ്രായം ചെന്നവർ, കുറെ മരിക്കുന്നവർ. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ പറക്കുന്നത്. ഇതൊന്നും എല്ലാവരും ഒപ്പം മരിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും മരണം എന്താണെന്ന് അറിയോ? എല്ലാരും ഒരുമിച്ചങ്ങ് മുളച്ചതാണ്. ജന്മം എന്താണെന്നറിയോ? വാർദ്ധക്യത്തിന്റെ യൗവനത്തിന്റെയും വ്യത്യാസങ്ങൾ അറിയുമോ? ഇല്ല. അള്ളാഹു ഇതൊക്കെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. എന്തിന്? അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധം വരാൻ, അവനവനെ കുറിച്ച് ബോധം വരാൻ. അതുകൊണ്ട് ലൈസ അലൽ അഅമാ ഹറജുൻ, കണ്ണുപൊട്ടനെ കാണുമ്പോൾ നിങ്ങൾ ആരും മനസ്സിൽ ഒരു നിലക്കും ഒരു വെറുപ്പും വിചാരിക്കരുത്. അവരുടെ വസ്ത്രത്തിലൊക്കെ അഴുക്കുണ്ടെന്ന് വരും, അവരുടെ താടിയിലും അവരുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ഭക്ഷണം പറ്റിപ്പിടിച്ചെന്ന് വരും. മുടന്തന്മാർ വന്ന് അരികത്ത് ഇരിക്കുമ്പോ ഒരു പ്രയാസവും തോന്നരുത് അവരുടെ അരികത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. അള്ളാഹു അവരെ പരീക്ഷിച്ചവരാണ്. രോഗികൾ, ചില രോഗം നമുക്ക് പ്രയാസമായിട്ട് തോന്നും, വളരെ ഇഷ്മിഇസാസ്, ഒരു തരത്തിൽ നമുക്ക് ഡിസ്കസ്റ്റിംഗ് എന്ന് പക്ഷേ തോന്നാൻ പാടില്ല. അള്ളാഹു കൊടുത്ത പരീക്ഷണല്ലേ, തോന്നരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ നമുക്കൊരു ദുആ പറഞ്ഞു. മൻ റആ മുബ്തലൻ, പരീക്ഷണത്തിൽപ്പെട്ട ഒരാളെ നമുക്ക് കാണാൻ ഇടയായാൽ, കൈയില്ലാത്ത ഒരാൾ, കാലില്ലാത്ത ഒരാൾ, കണ്ണുപോയ ഒരാൾ, കേൾവില്ലാത്ത, ശബ്ദിക്കാൻ പറ്റാത്ത ആൾ, ഇത്തരക്കാരൊക്കെ നമ്മൾ കാണൂലേ ജീവിതത്തിൽ? അവരെ കാണുമ്പോൾ ആരെങ്കിലും ഈ ദുആ പറഞ്ഞാൽ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. അല്ലാഹുവേ, നിനക്ക് സ്തുതി പടച്ചവനെ. അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, അല്ലാഹു നിനക്ക് ഏതൊരു പരീക്ഷണം തന്നോ ആ പരീക്ഷണം എനിക്ക് സംഭവിക്കാതെ അള്ളാഹു എന്നെ കാത്തുവല്ലോ. ഒരുപാട് അള്ളാന്റെ സൃഷ്ടികളെക്കാളും അള്ളാഹു എന്നെ ബഹുമാനിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ലം യുസിബ്ഹു ദാലികൽ ബലാ, ആ മനുഷ്യന് വന്ന ബലാ ഇയാൾക്ക് വരികയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ പഠിക്കുക. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, നിന്നെ അല്ലാഹു പരീക്ഷിച്ചുവല്ലോ, അത് എന്നെ പരീക്ഷിച്ചില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഈ ദുആ പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആരുടെ മുമ്പിലാണോ പറയുന്നത് ആ ആളിത് കേൾക്കാൻ പാടില്ല. ആളിത് കേൾക്കുമ്പോൾ മനസ്സ് വേദനിക്കൂലേ? പക്ഷോനെ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി. ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ എത്ര പറയേണ്ടി വരും. ഓരോ വാർഡിലും അല്ലെ, നമ്മൾ രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ബന്ധുക്കളെ മാത്രം ചെന്നിട്ട് ആ റൂം നമ്പർ മാത്രം നോക്കി അവിടെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു, അപ്പുറം ഒന്നും നോക്കൂല അല്ലേ? അങ്ങനെയാണ്. എത്ര റൂം നമ്പർ, ബെഡ് നമ്പർ എത്രയാണെന്നാ ചോദിക്കുക.
എന്നിട്ട് നേരെ സ്ട്രൈറ്റ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ രോഗികളില്ലേ, അവരോട് അസ്സലാമു അലൈക്കും, എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക, ഒരു നല്ല വാക്ക് പറയാ, ശുശ്രൂഷിക്കാൻ ആരെങ്കിലും കൂടണ്ടോ, എന്തെങ്കിലും ചെയ്തു കഴിയുന്ന ആളുകൾ അത് ചെയ്യണം. മറ്റുള്ള രോഗികളെ അവരെ കാണുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്ത് ഓർമ്മ വരും. മുഅ്മിനെ, നമുക്കിപ്പോ ശമ്പളം കുറഞ്ഞതിന്റെ കുഴപ്പമേ ഉണ്ടാവുള്ളൂ, നമുക്ക് തൊലി നിറല്ലാത്തതിന്റെ കുഴപ്പമേ തോന്നുള്ളൂ. സഹോദരിമാർ ആലോചിക്കുക, അള്ളാഹു മുസീബത്ത് കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച ആളുകൾ എന്താണ്, രോഗികളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ്. അള്ളാഹു എനിക്ക് എന്നെ സലാമത്ത് നൽകിയല്ലോ റബ്ബേ, വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല, നീ പടച്ച സൃഷ്ടികളിൽ ഒരുപാട് സൃഷ്ടികളെക്കാളും എനിക്ക് നീ ബഹുമാനവും ആദരവും തന്നുവല്ലോ അല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വന്ന മുസീബത്ത് ഈ ദുആ ചൊല്ലി ആൾക്ക് വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണില്ലാതെ ജനിച്ചവര്, കണ്ണുള്ളവന്റെ കണ്ണ് കാഴ്ച പോകൂലേ? തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അത് വരുമ്പോ ശിക്ഷയാണ്, പക്ഷെ നന്മ ചെയ്യുന്ന ആളുകൾക്ക് അത് വരുമ്പോ അള്ളാഹു അവർക്ക് ഒരുപാട് കൂലി ഒറ്റയടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്നതിനർത്ഥം. അതുകൊണ്ട് ലൈസ അലൽ അഅമാ ഹറജുൻ, കണ്ണ് കാണാത്ത ആളുകളെ കുറിച്ച് ഒന്നും മനസ്സിൽ തോന്നലുകൾ അരുതാത്തത്, അവരെ പറ്റി ഒരു വെറുപ്പ് തോന്നാൻ പാടില്ല. കാലിന് മുടന്തുള്ളവർ, അസുഖമുള്ളവർ,